ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് തിരുവചന ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന മുഴുവൻ പേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളോടുള്ള വ്യക്തിപരമായ ദൂതായി തീരട്ടെ. 3-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിനകത്ത് ദാവീദ് പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു എന്നല്ല, 3 പദങ്ങൾ എഴുതിയിട്ട് ദാവീദ് പറയുന്നു, അങ്ങനെ ആകുന്നു. അങ്ങനെ ഞാൻ കരുതുന്നു എന്നല്ല, അങ്ങനെ ഞാൻ സങ്കല്പിക്കുന്നു എന്നല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ല. ദാവീദ് ദൈവത്തിൽ തൻ്റെ മുഴുവൻ ആശ്രയവും വച്ചിട്ട് പറയുകയാണ് 3 പദങ്ങൾ. ദൈവം എനിക്ക് ചുറ്റും പരിചയമാണ്. 2, ദൈവം എൻ്റെ മഹത്വമാണ്. 3-ാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. പ്രിയരെ, നിശ്ചയമായിട്ടും ദൈവത്തിൽ നാം ആശ്രയം വച്ചാൽ, ദൈവിക സഹായത്തിന് വേണ്ടി നാം അടുത്തു ചെന്നാൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ യഥാവാനായി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം മുകളിലോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വെറുതെ എഴുന്നേറ്റ് രാവിലെ ഇരുന്ന് ദാവീദ് പറയുന്ന വരികളല്ല ഇത്. 3-ാം സങ്കീർത്തനം 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തോടായിട്ട് വേദനയോടെ പറയുന്ന വാക്കുകളാണ്. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശത്രുക്കളുടെ നടുവിലാണ് ഭക്തൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ഉണ്ടോ കാരണമില്ലാതെ ശത്രുക്കളായി തീർന്ന ഒരു കൂട്ടം പേരുടെ നടുവിൽ എങ്ങനെ മുൻപിലേക്ക് പോകണമെന്ന് അറിയാതെ ആകുലതയോടെ ഇരിക്കുന്നവർ? അതെ, ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലവും അതാണ്. ദാവീദ് പറയുന്നു, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. അനേകം ശത്രുക്കളുള്ള അനുഭവത്തിലേക്ക് ജീവിതം മാറ്റപ്പെടുവാനിടയായി തീർന്നു. അടുത്തെഴുതിയിരിക്കുന്നത്, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ഒരാള് എന്നോട് വൈരാഗ്യത്തോടെ ഇടപെടുന്നു, ഒരു കുടുംബം എനിക്കെതിരെ നിൽക്കുന്നു, കള്ളക്കഥകൾ ചിലർ പറഞ്ഞു പരത്തുന്നു എന്നല്ല. ദാവീദ് തന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ദൈവത്തെ ഉണർത്തിച്ചു പറയുകയാണ്, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. 2, എന്നോട് എതിർത്ത് നിൽക്കുന്നവർ, മുൻപിലും പിൻപിലും വശങ്ങളിലും എനിക്ക് അനങ്ങുവാൻ കഴിയാതെ എനിക്കെതിരെ നിൽക്കുന്നവർ. അങ്ങനെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാവിലെയുള്ള സന്ദേശം അവരോടാ. വൈരി വാടകോരി വെല്ലുവിളിക്കുന്ന അനുഭവമുണ്ടോ? ശത്രു എതിരായി പദ്ധതികൾ തയ്യാറാക്കി ഒരിക്കലും മുൻപിലേക്ക് പോകാൻ അനുവദിക്കത്തില്ലെന്ന് നിങ്ങളെ നോക്കി വെല്ലുവിളിക്കുകയാണോ? ദാവീദ് പറയുന്നു, ആമേൻ. അങ്ങനെ വൈരിയും ശത്രുക്കളും പെരുകിയിരിക്കുന്ന സമയം 2-ാം വാക്യത്തിനകത്ത് പറയുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെയുള്ളവരും എന്നെ അറിയാവുന്നവരും ഇപ്പൊ പറയുന്നത് ദൈവത്തിങ്കൽ എനിക്ക് രക്ഷയില്ല എന്ന്. ആമേൻ. എന്ന് പറഞ്ഞാൽ, ദൈവം ഈ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം പോലും എന്നെ വിടുവിക്കത്തില്ല, ദൈവം എന്നെ സഹായിക്കത്തില്ല, ദൈവം എന്നെ മറന്നു എന്നൊക്കെ ദാവീദിന് ചുറ്റും നിൽക്കുന്നവർ പറയുവാനായി തുടങ്ങി. പ്രിയരെ, ഒരു പക്ഷേ സമൂഹം നമ്മെ നോക്കി ഇത് ദൈവത്തിന്റെ ശിക്ഷയാണെന്നും ദൈവം മറന്നു എന്നും ഇത് ന്യായവിധിയാണെന്നും പ്രവൃത്തിയുടെ ഫലമാണെന്നും ഒക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളെ വിലയിരുത്തുമ്പോൾ, ആമേൻ, ദാവീദും അത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും എന്നെ കുറിച്ച് പറയുന്നത് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് പറയുന്നു. ആമേൻ. എന്ന് പറഞ്ഞാൽ, മറ്റെവിടെ രക്ഷയില്ല എങ്കിലും അതിനൊരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, അത് ദൈവമാണ്. ഹോസ്പിറ്റൽ കൈവിട്ടാൽ ദൈവത്തിന്റെ അടുക്കൽ വിടുതലുണ്ട്.
ലോകം കൈവിട്ടാൽ ദൈവത്തിന്റെ അടുക്കൽ രക്ഷയുണ്ട്. കൂട്ടുകാരോ സഹോദരങ്ങളോ അപ്പനോ അമ്മയോ ഒക്കെ നടക്കത്തില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ഒരു സമൂഹം മുഴുവനും ഭക്തനായ മനുഷ്യന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഇവന് ഈ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം പോലും ഇവനെ സഹായിക്കത്തില്ല എന്ന്. എത്ര വേദനാജനകമായ അനുഭവമാണ്! ഹൃദയം തകർന്നു പോകുന്ന, ഹൃദയം കീറിപ്പോകുന്ന അവസ്ഥ. ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുടെ നടുവിൽ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടത്തില്ലെന്നും നിങ്ങളുടെ ഭവനം നന്മ പ്രാപിക്കത്തില്ലെന്നും ഒരിക്കലും ശുശ്രൂഷയിൽ നിങ്ങൾ എഴുന്നേൽക്കത്തില്ലെന്നും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നിങ്ങളെ നോക്കി പറയുന്നെങ്കിൽ അടുത്ത വാക്യം അത്ഭുതകരമാണ്. ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ഇത്രയ്ക്കും വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭക്തൻ പറയുകയാണ്, നീയോ യഹോവേ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൽ വിടുതൽ കണ്ടെത്തുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആശ്രയമില്ലായ്മയുടെയും അനുഭവങ്ങളിലൂടെ മുന്നേറുമ്പോൾ ഇതേ വാക്യം ആവർത്തിക്കുവാൻ നമ്മുടെ ഹൃദയത്തിന് ബലം ലഭിക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇങ്ങനെ എൻ്റെ വൈരികൾ പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ആമേൻ. സമൂഹം മുഴുവൻ എന്നെ നോക്കി പറയുന്നു, ദൈവം പോലും എന്നെ രക്ഷിക്കത്തില്ലെന്ന്. അത്ര കണ്ട് പ്രതിസന്ധികൾ എൻ്റെ മുൻപിലുണ്ടെങ്കിലും ദൈവവുമായുള്ള ബന്ധത്തിൽ ചാരിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പുറത്തിതൊക്കെ നടക്കുമ്പോഴും അകത്തെനിക്കൊരു സത്യം അറിയാം, നീയോ യഹോവേ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ 3 കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് ചുറ്റും പരിച, ദൈവം എനിക്ക് ചുറ്റും പരിചയായിട്ട് വെളിപ്പെടണമേ എന്നല്ല ദാവീദിന്റെ പ്രാർത്ഥന. എനിക്ക് ചുറ്റും പരിചയായിട്ടൊരു ദൈവമുണ്ട്. എത്ര പേർക്ക് ഈ രാവിലെ ഈ വാക്യം ഏറ്റെടുക്കുവാൻ, വിശ്വസിക്കുവാനായി കഴിയും? ചുറ്റും പരിച, മുൻപിലും പിൻപിലും വശങ്ങളിലും മുകളിലുമൊക്കെ ശത്രു തകർത്തെറിയേണ്ടതിന് ആയുധങ്ങൾ പ്രയോഗിച്ചാൽ അതിൽ നിന്ന് അത്ഭുതകരമായി എന്നെ വിടുവിക്കുവാൻ പരിചയായി വെളിപ്പെടുന്നൊരു ദൈവമുണ്ട്. നമുക്കറിയാം, പഴയ കാലത്ത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധോപകരണങ്ങളിൽ ഒന്നാണ് പരിച എന്ന് പറയുന്നത്. ശക്തമായിട്ട് ഒരു പരിച ഉപയോഗിക്കുവാൻ പടയാളിക്ക് കഴിഞ്ഞാൽ എത്ര മാരകമായ ആയുധങ്ങൾ അവന് നേരെ എടുത്താലും മുറിവേൽക്കാതെ മുൻപോട്ട് പോകുവാനായി കഴിയും. ആമേൻ. സങ്കീർത്തനക്കാരന്റെ വാക്കുകൾ ഇതാണ്, ഞാൻ മുറിവേൽക്കത്തില്ല, എൻ്റെ രക്തം വാർന്നു പോകത്തില്ല, ഈ വെട്ടുന്ന വെട്ടുകളൊന്നും, എനിക്ക് നേരെ തൊടുത്തു വിടുന്ന അമ്പുകളൊന്നും, ആയുധങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഫലിക്കത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ പരിചയുടെ മറവിലാണ്. എന്നെ സംരക്ഷിക്കുന്ന ഒരു പരിചയുണ്ട്. അതേ ദൈവവേദലേ, നമ്മെ സംരക്ഷിക്കുന്ന പരിചയായി ദൈവം ഈ പ്രഭാതത്തിൽ വെളിപ്പെടട്ടെ. മന്ത്രവാദി മന്ത്രവാദം ചെയ്യട്ടെ, ആഭിചാരക്കാരൻ അത് ചെയ്യട്ടെ, ആമേൻ, നുണ പറഞ്ഞും കള്ളം പറഞ്ഞും കള്ളക്കഥകളും വരത്തി നടക്കുന്നവർ അത് ചെയ്യട്ടെ. പക്ഷേ ദൈവം നമ്മുടെ പരിചയായിരിക്കുന്നിടത്തോളം കാലം ഒന്നിനും നമ്മെ മുറിവേൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മുടെ പരിചയാണോ? നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ മുറിവേൽപ്പിക്കുവാൻ ശത്രു തൊടുത്തു വിടുന്ന ഒരായുധത്തിനും കഴിയത്തില്ല എന്ന് നാം തിരിച്ചറിയണം. മുൻപിൽ മാത്രമല്ല, എനിക്ക് ചുറ്റും പരിചയായി വെളിപ്പെടുന്ന ഒരു മഹാ ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കാമോ? എത്ര വലിയ ആയുധങ്ങൾ ശത്രു എടുത്താലും ദൈവം എനിക്ക് പരിചയമായിട്ടുള്ളത് കൊണ്ട് എന്നെ ഒന്നും തൊടത്തില്ല. മാത്രമല്ല, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും. ദൈവം ആരാണ്? ദാവീദിന് മഹത്വമാണ്. സകല നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും ഉയർച്ചയുടെയും ഉറവിടം ദൈവത്തിൽ കണ്ടെത്തുകയാണ്.
മൂന്നാമത്തെ കാര്യം പറയുന്നത് തല ഉയർത്തുന്നവൻ. സകലവും എനിക്കെതിരായി മാറിയാലും എൻ്റെ കൂടെ നടന്നവരും കൂട്ടുകാരും ചുറ്റും നിന്നവരുമൊക്കെ ദൈവം പോലും എന്നെ രക്ഷിക്കാനില്ല എന്ന് എനിക്കെതിരെ വിധി കൽപ്പിക്കുമ്പോഴും നീ എൻ്റെ തലയെ ഉയർത്തുന്നവനാണ്. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. തല താഴ്ത്തുന്ന ദൈവമല്ല, തല ഉയർത്തുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നിൻ്റെ പ്രതികൂലങ്ങൾ, ഇന്നനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അതിൻ്റെ നടുവിൽ ജയോത്സവമായി നടത്തി തല ഉയർത്തിപ്പിടിച്ച് മുൻപോട്ട് പോകേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന ദിവസമായി തീരട്ടെ. എല്ലാം പ്രതികൂലം, എല്ലാവരും എതിരായി പറയാനായി തുടങ്ങി. പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവം എൻ്റെ പരിചയാണെന്ന് വിളിച്ചു പറയുവാൻ ഉറപ്പുള്ളൊരു ഹൃദയം ഭക്തനുണ്ടായിരുന്നു. എൻ്റെ മഹത്വം ദൈവമാണെന്ന് പറയുവാൻ, എൻ്റെ എല്ലാ നന്മകൾക്കും എൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ സകല ഉയർച്ചകൾക്കും ഉറവിടം ദൈവമാണെന്ന് ഊന്നിപ്പറയുവാൻ സങ്കീർത്തനക്കാരൻ സമയം കണ്ടെത്തുകയാണ്. 3, ദൈവം എൻ്റെ തല താഴ്ത്തുന്നവനല്ല. ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങളും ബലഹീനതകളും നിമിത്തം ഞാൻ തോറ്റ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല ദൈവം. ദൈവം എൻ്റെ തല ഉയർത്തുന്നവനാണ്. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം ചില കുടുംബങ്ങൾക്ക്, ചില വ്യക്തികൾക്ക് അക്ഷരാർത്ഥത്തിൽ വിടുതലായി തീരട്ടെ. പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും. ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.